വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ചാപ്റ്ററിലെ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻ ആയിട്ട് 3 ടൈപ്സ് ആണ് വരുന്നത്: സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ്. ആൻഡ് ത്രൂ ഔട്ട് ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഈ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആയിരിക്കും കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിന് മുമ്പായിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റർ മോളിക്കുലർ ഫോഴ്സസിനെ കുറിച്ചാണ്. അതായത് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആറ്റംസ് ആയാലും മോളിക്യൂൾസ് ആയാലും അപ്പൊ ഇന്ററാക്ട് ചെയ്യുന്ന പാർട്ടിക്കിൾസ് തമ്മിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ, അതിനെയാണ് നമ്മൾ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കോവാലന്റ് ബോണ്ടിങ് ഉണ്ട് അല്ലെ, ആ കോവാലന്റ് ബോണ്ടിങ് ഈ ഒരു ഇന്റർമോളിക്കുലർ ഫോഴ്സസിൽ ഇൻക്ലൂഡ് ആവില്ല. ഇനി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സസിനെ നമ്മൾ പറയുന്നത് വാണ്ടർവാൾസ് ഫോഴ്സ് എന്നാണ്. ഇനി വാണ്ടർവാൾസ് ഫോഴ്സ് മാഗ്നിറ്റ്യൂഡിലൊക്കെ വേരി ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആണ്. ഇതിന്റെ എക്സാമ്പിൾ വരുന്നത് ഡിസ്പെർഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ്, ദെൻ ഡൈപോൾ ഫോഴ്സസ് ആൻഡ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സസ്, ഇതൊക്കെയാണ്. ഇനി ഒരു സ്ട്രോങ് ഡൈപോൾ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഡൈപോൾ ഫോഴ്സ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ടൈപ്പ് ഓഫ് ബോണ്ടിങ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഹൈഡ്രജൻ ചാപ്റ്ററിൽ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ കുറിച്ചൊക്കെ. അപ്പൊ ഈ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷനിൽ വളരെ ഫ്യൂ ആയിട്ടുള്ള എലമെന്റ്സ് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് നമ്മൾ ഒരു സെപ്പറേറ്റ് കാറ്റഗറി ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനി അയൺ ഡൈപോൾ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. അതായത് ബിറ്റ്വീൻ ആൻ അയൺ ആൻഡ് എ ഡൈപോൾ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും, ആൻഡ് ദാറ്റ് ഫോഴ്സ് ഇസ് നോൺ ആസ് അയൺ ഡൈപോൾ ഫോഴ്സ്. ആൻഡ് ഈ അയൺ ഡൈപോൾ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വാണ്ടർവാൾസ് ഫോഴ്സ് അല്ല. ഓക്കെ, ഫസ്റ്റ് ഫോഴ്സ് നമ്മൾ നോക്കുന്നത് ഡിസ്പെർഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ് ആണ്. ആറ്റംസ് ആൻഡ് നോൺ പോളാർ മോളിക്യൂൾസ് ഓൾമോസ്റ്റ് ഇലക്ട്രിക്കലി സിമെട്രിക്കൽ ആണ്, ആൻഡ് അവർക്ക് ഡൈപോൾ മൊമെന്റ് ഇല്ല. എന്തുകൊണ്ടാണ് അവർക്ക് ഡൈപോൾ മൊമെന്റ് ഇല്ലാത്തത്? because their electronic charge cloud is symmetrically distributed. പക്ഷെ അങ്ങനത്തെ കേസിൽ വരുന്ന ആറ്റംസിലും മോളിക്യൂൾസിലും ഒരു ഡൈപോള് മൊമെന്ററിലി ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നമ്മളിവിടെ രണ്ട് ആറ്റംസ് കൺസിഡർ ചെയ്തിരിക്കുകയാണ്, ആറ്റം എ ആൻഡ് ആറ്റം ബി ഇൻ ദി ക്ലോസ് വിസിനിറ്റി ഓഫ് ഈച്ച് അതർ. ഓക്കെ, അപ്പൊ ഇവിടെ ഇലക്ട്രോൺ ചാർജ് ക്ലൗഡ് സിമെട്രിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുണ്ട് ആറ്റം എയിലും ആറ്റം ബിയിലും. അപ്പൊ മൊമെന്ററിലി ഇലക്ട്രോണിക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഒരാറ്റത്തിൽ അൺസിമെട്രിക്കൽ ആവും. അതായത് ചാർജ് ക്ലൗഡ് ഒരു സൈഡിലായിരിക്കും കൂടുതലുള്ളത് ആസ് കമ്പയർഡ് ടു ദി അതർ. അപ്പൊ ഇത് കാരണം എന്താണ്, ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ഡൈപോൾ ആ ഒരു പർട്ടിക്കുലർ ആറ്റത്തിൽ ഒരു ഷോർട്ട് ടൈം പീരീഡ് കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു ഇൻസ്റ്റന്റേനിയസ് അല്ലെങ്കിൽ ട്രാൻസിയന്റ് ഡൈപോളിന്റെ ആ ഒരു ഡെവലപ്മെന്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഓഫ് അതർ ആറ്റം, അതായത് ഇവിടെ അതർ ആറ്റം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് ബി ആണ്. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓഫ് ബിനെ ഡിസ്റ്റോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ആസ് എ റിസൾട്ട് നമ്മുടെ ആറ്റം ബിയിൽ ഒരു ഡൈപോള് ഇൻഡ്യൂസ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ആറ്റം എയിലെയും ആറ്റം ബിയിലെയും ടെമ്പററി ആയിട്ടുള്ള ഡൈപോൾസ് അട്രാക്ട് ചെയ്യും പരസ്പരം. ഓക്കെ, ഓൾസോ ടെമ്പററി ഡൈപോൾസ് മോളിക്യൂൾസിലും ഇൻഡ്യൂസ്ഡ് ആവുന്നുണ്ട്. ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ ലണ്ടൻ ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പെർഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ടൈപ്പ് ഓഫ് ഫോഴ്സ് എപ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കും, ആൻഡ് അവരുടെ ഇന്ററാക്ഷൻ എനർജി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 6th പവർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോഴ്സസ് പ്രിവെയിലിംഗ് ആവുന്നത് ഷോർട്ട് ഡിസ്റ്റൻസിൽ മാത്രമാണ്, ആൻഡ് ആ ഒരു പാർട്ടിക്കിളിന്റെ പോളറൈസബിലിറ്റി അവരുടെ മാഗ്നിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും ഇരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സ് വരുന്നത് ഡൈപോൾ ഫോഴ്സസ് ആണ്. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ഫോഴ്സ് മെയിൻ ആയിട്ട് പെർമനന്റ് ഡൈപോൾ ഉള്ള മോളിക്യൂൾസിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എൻഡ്സ് ഓഫ് ഡൈപോൾ ഒരു പാർഷ്യൽ ചാർജ് ക്യാരി ചെയ്യുന്നുണ്ടാവും, ആൻഡ് ഈ ചാർജിനെ നമ്മൾ ഡെൽറ്റ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പാർഷ്യൽ ചാർജ് എന്ന് പറയുന്നത് യൂണിറ്റ് ഇലക്ട്രോണിക് ചാർജിനെക്കാട്ടും എപ്പോഴും ലെസ് ആയിരിക്കും. പോളാർ മോളിക്യൂൾസ് നെയ്ബറിംഗ് മോളിക്യൂൾസുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഒരു ഇന്ററാക്ഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഡൈപോൾ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ 2 HCl മോളിക്യൂൾസ് ആണ് ഇവിടെ ഡയഗ്രമാറ്റിക്കലി കാണിച്ചിരിക്കുന്നത്. ഓക്കെ,
അപ്പൊ ഈ ഒരു ഡൈപോൾ ഡൈപോൾ ഫോഴ്സ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലണ്ടൻ ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പെർഷൻ ഫോഴ്സിനെക്കാട്ടും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ്. പക്ഷെ അത് അയോൺ അയോൺ ഇന്ററാക്ഷനെക്കാട്ടും വീക്കർ ആയിട്ടുള്ള ഒരു ഫോഴ്സും ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ പാർഷ്യൽ ചാർജസ് മാത്രമേ ഇൻവോൾവ് ആയിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇവരുടെ അട്രാക്റ്റീവ് ഫോഴ്സ് എപ്പോഴാണ് ഡിക്രീസ് ആവുന്നത്? ഡൈപോളിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ആവുന്നതനുസരിച്ചിട്ട് അട്രാക്റ്റീവ് ഫോഴ്സ് ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇന്ററാക്ഷൻ എനർജി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോളാർ മോളിക്യൂൾസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഇനി സ്റ്റേഷനറി ആയിട്ടുള്ള പോളാർ മോളിക്യൂൾസിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ എനർജി പ്രൊപ്പോർഷണൽ ടു 1/r³ ആണ് വരുന്നത്. ആൻഡ് ഇൻ ബിറ്റ്വീൻ റൊട്ടേറ്റിംഗ് പോളാർ മോളിക്യൂൾസ് എത്രയാണ് വരുന്നത്? പ്രൊപ്പോർഷണൽ ടു 1/r⁶ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു r⁶ അല്ലെങ്കിൽ r എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോളാർ മോളിക്യൂൾസ് ആണ്. ഓക്കെ, ഇനി ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ അല്ലാണ്ട് പോളാർ മോളിക്യൂൾസിനെ ആക്ടിവേറ്റ് ചെയ്യിക്കാനായിട്ട് നമുക്ക് ലണ്ടൻ ഫോഴ്സും യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സ് വരുന്നത് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സസ് ആണ്. അപ്പൊ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ പോളാർ മോളിക്യൂൾസ് ഹാവിംഗ് പെർമനന്റ് ഡൈപോൾ ആൻഡ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ലാക്കിംഗ് പെർമനന്റ് ഡൈപോൾ. അതായത് പെർമനന്റ് ഡൈപോൾ ഉള്ള പോളാർ മോളിക്യൂളും പെർമനന്റ് ഡൈപോൾ ഇല്ലാത്ത ഒരു പോളാർ മോളിക്യൂളും തമ്മിൽ ഉണ്ടാവുന്ന ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പോളാർ മോളിക്യൂളിന്റെ ആ ഒരു പെർമനന്റ് ഡൈപോള് ഇൻഡ്യൂസ് ചെയ്യും എന്ത്? ഡൈപോൾ ഓൺ ദി ഇലക്ട്രിക്കലി ന്യൂട്രൽ മോളിക്യൂൾ ബൈ ഡിഫോമിംഗ് ഇറ്റ്സ് ഇലക്ട്രോണിക് ക്ലൗഡ്. ഓക്കെ, ഇത് കാരണം റിസൾട്ടിംഗ് ആയിട്ട് എന്താണ് സംഭവിക്കുന്നത്? അതർ മോളിക്യൂളില് ഒരു ഡൈപോള് ഇൻഡ്യൂസ്ഡ് ആവാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇന്ററാക്ഷൻ എനർജി എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു 1/r⁶ ആണ്. r എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു മോളിക്യൂൾസ് ആണ്. ഇനി ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെന്റ് എന്തിനേക്കാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? Depends upon dipole moment in the permanent dipole and polarizability of the electrically neutral molecule. The strength of attractive interaction increase ആവുന്നത് എങ്ങനെയാണ്? ഹൈ പോളറൈസബിലിറ്റി ആണെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് ഇൻക്രീസ് ആവും. ഓക്കെ, അപ്പൊ ഇവിടെ ഡിസ്പെർഷൻ ഫോഴ്സും ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇന്ററാക്ഷനും ഈ ഒരു ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഹൈഡ്രജൻ ബോണ്ട് ആണ്. അപ്പൊ ഹൈലി പോളർ ആയിട്ടുള്ള മോളിക്യൂൾസിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ഈ ഒരു ഹൈഡ്രജൻ ബോണ്ട് പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ NH മോളിക്യൂൾ, OH, HF ബോണ്ട്സ്, ഇതിലൊക്കെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് മെയിൻ ആയിട്ട് വരുന്നത്. ഹൈഡ്രജൻ ബോണ്ടിന്റെ എനർജിയുടെ ആ ഒരു വേരിയേഷൻ ഇൻ ബിറ്റ്വീൻ 10 to 100 kJ/mol ആണ് വരുന്നത്. ഇനി ഹൈഡ്രജൻ ബോണ്ടിന്റെ സ്ട്രെങ്തിനെ നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? By the Coulombic interaction between lone pair electrons of electronegative atom of one molecule and hydrogen atom of other molecule. മോളിക്യൂൾസ് തമ്മിൽ റിപ്പൾസീവ് ആയിട്ടുള്ള ഒരു ഫോഴ്സും ഈച്ച് അതർ എക്സേർട്ട് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ക്ലോസർ ആയിട്ട് രണ്ട് മോളിക്യൂൾസിനെ കൊണ്ടുവന്നാൽ റിപ്പൾഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺ ക്ലൗഡ്സ് ആൻഡ് റിപ്പൾഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയർ ഓഫ് ടു മോളിക്യൂൾസ് നടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മള് മോളിക്യൂൾസിന്റെ ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്താൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിപ്പൾഷൻ ഇൻക്രീസ് ആവാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു റീസൺ കൊണ്ടാണ് ലിക്വിഡ്സ് ആൻഡ് സോളിഡ്സ് കംപ്രസ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റില് മോളിക്യൂൾസ് എപ്പോഴും ക്ലോസർ ഇൻ കോണ്ടാക്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫർദർ ആയിട്ട് നമുക്ക് ആ മോളിക്യൂൾസിനെ കംപ്രസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ റിസൾട്ടിംഗ് ആയിട്ട് എന്താണ് സംഭവിക്കുന്നത്? റിപ്പൾസീവ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ അവിടെ ഇൻക്രീസ് ആവാണ് ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്. നെക്സ്റ്റ് തെർമൽ എനർജി എന്താന്ന് നോക്കാം. ഒരു ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് തെർമൽ എനർജി എന്ന് പറയുന്നത്. അതായത് ഒരു ബോഡിയിൽ അതിൻ്റെ ഉള്ളിൽ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് മൂവ്മെന്റിൽ അണ്ടർഗോ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മോഷനിലാവുമ്പോഴത്തേക്കും ആ ബോഡി എനർജിയിൽ റൈസിങ് അല്ലെങ്കിൽ റൈസ് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു എനർജിനാണ് നമ്മൾ തെർമൽ എനർജി എന്ന് പറയുന്നത്. തെർമൽ എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഓഫ് സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് തെർമൽ എനർജിനെ വേറൊരു രീതിക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ. ഓക്കെ, അതായത് പാർട്ടിക്കിൾസ് ഓഫ് മാറ്ററിന്റെ മെഷർ ഓഫ് ആവറേജ് കൈനറ്റിക് എനർജിയാണ് തെർമൽ എനർജി. ആൻഡ് ഒരു പാർട്ടിക്കിളിന്റെ മൂവ്മെന്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള മെയിൻ ഫാക്ടർ ആണ് തെർമൽ എനർജി എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ ഈ ഒരു പാർട്ടിക്കിളിന്റെ മൂവ്മെന്റിനെ അല്ലെങ്കിൽ മോഷനെ നമ്മൾ പറയുന്നത് തെർമൽ മോഷൻ എന്നാണ്. ഇനി നെക്സ്റ്റ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് വെർസസ് തെർമൽ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ തെർമൽ എനർജി കമ്പാരിസൺ ആണ് നമ്മൾ നോക്കുന്നത്. ഇന്റർമോളിക്കുലർ ഫോഴ്സസ് എപ്പോഴും മോളിക്യൂൾസിനെ ഒരുമിച്ച് നിർത്താനായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ആൻഡ് തെർമൽ എനർജി ഓഫ് മോളിക്യൂൾസ് എന്താണ് ചെയ്യുന്നത്? ആ ഒരു മോളിക്യൂൾസിനെ എപ്പോഴും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫാർ അപ്പാർട്ട് ആക്കാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഇന്റർമോളിക്കുലർ ഫോഴ്സും തെർമൽ എനർജി ഓഫ് മോളിക്യൂൾസും ആസ് എ റിസൾട്ട് ഓഫ് ബാലൻസ് ബിറ്റ്വീൻ ദീസ് ടു നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു തേർഡ് ഐറ്റം ആണ് 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ വിച്ച് ആർ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ്. ഇനി മോളിക്കുലർ ഇന്ററാക്ഷൻ വീക്ക് ആവുന്ന കണ്ടീഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ആ മോളിക്യൂൾസ് ഒരിക്കലും ടുഗദർ ആവില്ല, അത് ഒന്നിച്ചു ചേരില്ല. ഓക്കെ, അൺലെസ് അവരുടെ തെർമൽ എനർജി റെഡ്യൂസ് ചെയ്യാണ്ട് ആ മോളിക്യൂൾസ് ഒരിക്കലും ഒരുമിച്ചാവില്ല. ഓക്കെ, ഇനി മോളിക്യൂൾസ് ക്ലോസർ ആയാലും ആൻഡ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് ഓപ്പറേഷൻ മാക്സിമം ആയാലും ചില കണ്ടീഷനിൽ ഗ്യാസസ് കംപ്രസ് ചെയ്താലും ലിക്വിഫൈ ആവില്ല. അപ്പൊ ഇത് ലിക്വിഫൈ ആവാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ടെമ്പറേച്ചർ ലോവർ ചെയ്തിട്ട് അവരുടെ തെർമൽ എനർജി ഓഫ് മോളിക്യൂൾസ് റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗ്യാസസ് ഈസിലി ലിക്വിഫൈ ആവും. പ്രീഡോമിനൻസ് ഓഫ് ഇന്റർമോളിക്കുലർ ഇന്ററാക്ഷൻ വരുന്നത് ഈ ഓർഡറിലാണ്: ഗ്യാസ് ഗ്രേറ്റർ ദാൻ ലിക്വിഡ് ഗ്രേറ്റർ ദാൻ സോളിഡ്. ആൻഡ് പ്രീഡോമിനൻസ് ഓഫ് തെർമൽ എനർജി നേരെ റിവേഴ്സ് ഓർഡറിലാണ് വരുന്നത്, ദാറ്റ് ഈസ് ഗ്യാസ് ലെസ് ദാൻ ലിക്വിഡ് ലെസ് ദാൻ സോളിഡ്. ഫസ്റ്റ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ നമ്മൾ നോക്കുന്നത് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് ഗേഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഗ്യാസസ് എല്ലാ ഡയറക്ഷനിലും പ്രഷർ എക്സേർട്ട് ചെയ്യും ആൻഡ് ദേ ആർ ഹൈലി കംപ്രസിബിൾ. ഓക്കെ, ഗ്യാസസ് സോളിഡിനെക്കാട്ടും ലിക്വിഡിനെക്കാട്ടും ലോവർ ആയിട്ടുള്ള ഡെൻസിറ്റി ആണുള്ളത് ആൻഡ് അവരുടെ ഷേപ്പ് അല്ലെങ്കിൽ വോളിയം ഫിക്സഡ് അല്ല ഒരിക്കലും. ഓക്കെ, ഗ്യാസ് ഏത് കണ്ടെയ്നറിൽ അല്ലെങ്കിൽ വെസലിലാണോ എടുത്തിട്ടുള്ളത് ആ ഒരു പർട്ടിക്കുലർ കണ്ടെയ്നറിന്റെ അല്ലെങ്കിൽ വെസലിന്റെ ഷേപ്പ് ആൻഡ് വോളിയം ആയിരിക്കും ഗ്യാസ് ഒക്കുപ്പൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഹെൽപ്പും ഇല്ലാണ്ട് തന്നെ ഗ്യാസ് ഈവൻലി ആൻഡ് കംപ്ലീറ്റ്ലി ഓൾ പ്രപ്പോർഷൻസിൽ മിക്സ് ആവും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് നെഗ്ലിജിബിളി സ്മോൾ ആണ്. ഇനി നമുക്ക് വേരിയസ് ഗ്യാസ് ലോസ് ഉണ്ട് അല്ലെ? അപ്പൊ ഈ ഗ്യാസ് ലോസിന്റെ ഒക്കെ ഫോർമുലേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, ലൈക്ക് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, മാസ്. ഓക്കെ, അപ്പൊ ഓരോ റിലേഷൻഷിപ്പും ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു വേരിയബിൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. മെയിൻ ആയിട്ട് നമ്മുടെ നേച്ചറിൽ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറിൽ 11 എലമെന്റ്സ് ആണ് ഗ്യാസസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഹൈഡ്രജൻ, ഹീലിയം, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, നിയോൺ, ക്ലോറിൻ, ആർഗൺ, ക്രിപ്റ്റൻ, xenon ആൻഡ് റേഡൺ. ഇതാണ് 11 എലമെന്റ്സ് വിച്ച് എക്സിസ്റ്റ് ആസ് ഗ്യാസസ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്യാസ് ലോസ് ആണ്. ഇതിൽ ഫസ്റ്റ് വരുന്നത് ബോയിൽസ് ലോ ആണ്, വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് പ്രഷർ വോളിയം റിലേഷൻഷിപ്പ് ലോ. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ലോ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ പ്രഷർ ഓഫ് ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് അതിന്റെ വോളിയത്തിനോട് ഇൻവേഴ്സ്ലി ആയിരിക്കും വേരി ചെയ്യുന്നത്. അതാണ് ബോയിൽസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫിക്സഡ് എമൗണ്ട് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് n ആണ്. അപ്പൊ P പ്രപ്പോർഷണൽ ടു പ്രഷർ, P ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വോളിയം ആണ് വരുന്നത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് കോൺസ്റ്റന്റ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ്. ആൻഡ് P equal to K1 into 1 by V എന്ന് നമുക്ക് എഴുതാം, വേർ K1 എന്ന് പറയുന്നത് എന്താണ്? പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു വാല്യൂ ഓഫ് കോൺസ്റ്റന്റ് K1 എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? എമൗണ്ട് ഓഫ് ഗ്യാസ്, ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ് ആൻഡ് യൂണിറ്റ്സ് ലൈക്ക് പ്രഷർ ആൻഡ് വോളിയം. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം: P1 V1 equal to P2 V2 equal to a constant K എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ആൻഡ് ഇത് നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ P1 by P2 equal to V2 by V1 എന്നാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ. സെക്കൻഡ് ലോ വരുന്നത് ചാൾസ് ലോ ആണ്, വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് ടെമ്പറേച്ചർ വോളിയം റിലേഷൻഷിപ്പ്. അപ്പം ചാൾസ് ലോ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചാൽ വോളിയം ഓഫ് ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ചാൾസ് എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? എല്ലാ ഗ്യാസിനും ഒരു ഗിവൺ പ്രഷറിൽ ഗ്രാഫ് ഓഫ് വോളിയം വെർസസ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആൻഡ് ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്താൽ, അതായത് 0 വോളിയത്തിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താൽ ഓരോ ലൈനും ടെമ്പറേച്ചർ ആക്സിസ് അറ്റ് -273.15 ഡിഗ്രി സെൽഷ്യസിൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതാണ് ചാൾസ് ഫൗണ്ട് ഔട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ചാൾസ് ലോയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എല്ലാ ഗ്യാസും ചാൾസ് ലോ ഒബേ ചെയ്യും അറ്റ്
കണ്ടീഷൻ എന്താണ്? അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചറിലായിരിക്കും ഈ ഒരു ചാൾസ് ലോ ഗ്യാസസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഓക്കെ, V2 by V1 equal to T2 by T1 and V1 by T1 equal to V2 by T2. അപ്പോൾ V by T equal to constant equal to K2 എന്ന് നമുക്ക് എഴുതാം. അതാണ് ചാൾസ് ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വരുന്നത്. Then third law വരുന്നത് ഗേ-ലുസാക്സ് law ആണ്, and it is also known as pressure temperature relationship law. Okay, ഗേ-ലുസാക്സ് law സ്റ്റേറ്റ് ചെയ്യുന്ന ഇതാണ്: കോൺസ്റ്റന്റ് വോളിയത്തില് പ്രഷർ ഓഫ് ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് വേരി ചെയ്യുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ഗേ-ലുസാക്സ് ലോ നമുക്ക് ബോയിൽസ് ലോ ആൻഡ് ചാൾസ് ലോയിൽ നിന്ന് ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇതാണ്: P പ്രൊപ്പോർഷണൽ ടു T ഓർ P by T equal to constant equal to K3 എന്നാണ് വരുന്നത്. Then next law വരുന്നത് അവോഗാഡ്രോ ലോ ആണ്. It is also known as volume amount relationship law. അപ്പോൾ അവോഗാഡ്രോ ലോ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? Equal volume of all gases under same condition of temperature and pressure contain equal number of molecules. അതായത് വോളിയം പ്രൊപ്പോർഷണൽ ടു n. n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ്. അപ്പോൾ V പ്രൊപ്പോർഷണൽ ടു n, ഇതാണ് അവോഗാഡ്രോ ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വോളിയം ഓഫ് ഗ്യാസ് നമ്പർ ഓഫ് മോൾസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഒരു മോൾ ഓഫ് എല്ലാ ഗ്യാസിനും സെയിം വോളിയം ആയിരിക്കും ഉള്ളത്. ഓക്കെ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? 273.15 കെൽവിൻ ടെമ്പറേച്ചറും 1 ബാർ അറ്റ്മോസ്ഫിയറിക് പ്രഷറുമാണ് വരുന്നത് സ്റ്റാൻഡേർഡ് മെഷർമെന്റിൽ. ഓക്കെ, ഇനി STP കണ്ടീഷനിൽ മോളാർ വോളിയം ഓഫ് ഐഡിയൽ ഗ്യാസ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ് എത്രയാണ് വരുന്നത്? അപ്രോക്സിമേറ്റ്ലി 22.7 ലിറ്റർ പെർ മോൾ ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇമാജിനറി ആയിട്ടൊരു ഗ്യാസ് അസ്യൂം ചെയ്യാണ്, അതായത് ബോയിൽസ് ലോ, ചാൾസ് ലോ, അവോഗാഡ്രോ ലോ, ഈ ലോസ് എല്ലാം ഒബേ ചെയ്യുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഗ്യാസിനെയാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് എന്ന് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഗ്യാസ് ഒരിക്കലും നമ്മുടെ ചുറ്റിനും എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ആൻഡ് ഇറ്റ് ഈസ് ഹൈപ്പോത്തറ്റിക്കൽ. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യുന്ന എന്താണ്? മോളിക്യൂൾസ് ഓഫ് ഐഡിയൽ ഗ്യാസിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ആബ്സെന്റ് ആണെന്നാണ് നമ്മൾ ചെയ്യുന്ന അസംഷൻ. ഓക്കെ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസിൽ V പ്രൊപ്പോർഷണൽ ടു 1 by P ആണ് വരുന്നത്. അതാണ് ബോയിൽസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. ആൻഡ് ചാൾസ് ലോ അനുസരിച്ചിട്ട് അറ്റ് കോൺസ്റ്റന്റ് P ആൻഡ് N V പ്രൊപ്പോർഷണൽ ടു T ആണ്. ആൻഡ് ഓൺ ദി ബേസിസ് ഓഫ് അവോഗാഡ്രോ ലോ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ V പ്രൊപ്പോർഷണൽ ടു N. അപ്പൊ ഈ ലോസ് എല്ലാം കൂടി കമ്പൈൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ ഇങ്ങനെയാണ്: V പ്രൊപ്പോർഷണൽ ടു NT by P അല്ലെങ്കിൽ V ഈക്വൽ ടു RNT by P എന്ന് നമുക്ക് എഴുതാം. ഇവിടെ R എന്താണ്? ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ആറിന്റെ വാല്യൂ വരുന്നത് 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ എന്നാണ് വരുന്നത്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്നാണ് നമ്മൾ ഈ ആറിനെ പറയുന്നത്. ഓക്കെ, ഇനി PV ഈക്വൽ ടു NRT എന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതാം. ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ ആണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് അറിയപ്പെടുന്നത്. അതായത് 4 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വഴി കിട്ടുന്നത്. ഓക്കെ, അത് ഒരു ഗ്യാസിന്റെ സ്റ്റേറ്റിനെ അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറിയപ്പെടുന്നത്. ഒരു ഗ്യാസിന്റെ സ്റ്റേറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇക്വേഷൻ ആണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഓക്കെ, കമ്പൈൻഡ് ഗ്യാസ് ലോ ഇക്വേഷൻ എന്താണ്? P1 V1 by T1 equal to P2 V2 by T2. നെക്സ്റ്റ് ഇനി ഒരു ഗേഷ്യസ് സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി ആൻഡ് മോളാർ മാസ് ആണ് പറയുന്നത്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ കണ്ടു അല്ലെ? അതിനെ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാം: N by V equal to P by RT എന്ന് എഴുതാം. ഇനി ഇവിടെ N എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് മോൾസ് ആണ് അല്ലെ? അപ്പൊ N നെ നമുക്ക് സ്മോൾ m by ക്യാപിറ്റൽ M വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പൊ M by MV equal to P by RT എന്ന് കിട്ടും. M by V നെ നമുക്ക് D by M എന്ന് എഴുതാം. ഓക്കെ, which is equal to P by RT. ഇവിടെ D എന്ന് പറയുന്നത് എന്താണ്? ഡെൻസിറ്റി ആണ്. ഓക്കെ, അതായത് ഒരു ഗേഷ്യസ് സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി ആണ്. ഇതിനെ വീണ്ടും റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ഗ്യാസിന്റെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാം, which is M equal to DRT by P എന്ന് നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ നോക്കാം. എന്താണ് ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ സ്റ്റേറ്റ് ചെയ്യുന്നത്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ്
Total pressure exerted by the mixture of non-reactive gases is equal to sum of partial pressures of individual gases. Okay. അപ്പോൾ ഒരു മിക്സ്ചർ ഓഫ് നോൺ റിയാക്റ്റീവ് ഗ്യാസസ് എക്സേർട്ട് ചെയ്യുന്ന ഒരു ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഈക്വൽ ടു ഓരോ ഗ്യാസിനും, അതായത് ഇൻഡിവിജ്വൽ ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷറിന് ഈക്വൽ ആവുന്നതാണ് പറയുന്നത്. ഓക്കെ, പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസില് ഇൻഡിവിജ്വൽ ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ നോക്കുന്നത് കൈനറ്റിക് മോളിക്കുലർ തിയറി ഓഫ് ഗ്യാസസ് ആണ്. ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് വളരെയധികം സ്മോൾ സൈസ് ആണ് വരുന്നത് ഇവർക്ക്. ഓക്കെ, ആൻഡ് ആക്ച്വൽ വോളിയം ഓഫ് മോളിക്യൂൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും ആസ് കമ്പയർഡ് ടു ദി എംപ്റ്റി സ്പേസ് ബിറ്റ്വീൻ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. അപ്പൊ ഇതിനെ നമ്മൾ പോയിന്റ് മാസസ് ആക്കിയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ആറ്റംസിനെ അല്ലെങ്കിൽ മോളിക്യൂൾസിനെ. ഓക്കെ, ആൻഡ് ഓർഡിനറി ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ പാർട്ടിക്കിൾസ് ഓഫ് ഗ്യാസിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒന്നും തന്നെ ഇല്ല. പാർട്ടിക്കിൾസ് ഓഫ് ഗ്യാസ് റാൻഡം മോഷനിലായിരിക്കും ആൻഡ് ദേ വിൽ ബി ഓൾവേസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇപ്പൊ ഈ പാർട്ടിക്കിൾസ് ഓഫ് ഗ്യാസിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും, എല്ലാ പോസിബിൾ ആയിട്ടുള്ള ഡയറക്ഷൻസിലും അവര് മൂവ് ചെയ്യും. ഇനി ഡ്യൂറിങ് ദ ടൈം ഓഫ് മൂവ്മെന്റ് അല്ലെങ്കിൽ മോഷന്റെ സമയത്ത് അവർ പരസ്പരം കൊളൈഡ് ചെയ്യും. അതുപോലെ തന്നെ അത് എടുത്തിട്ടുള്ളത് ഏത് കണ്ടെയ്നറിൽ അല്ലെങ്കിൽ വെസലിലാണോ ആ കണ്ടെയ്നറിന്റെ വോൾസുമായിട്ടും ഈ ഒരു ഗ്യാസ് പാർട്ടിക്കിൾസ് കൊളൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ടാവും ബൈ ദി ഗ്യാസ് മോളിക്യൂൾസ്. കൊളീഷൻ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. എന്താണ് അതിനർത്ഥം? ടോട്ടൽ എനർജി ഓഫ് മോളിക്യൂൾസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിട്ടായിരിക്കും റിമെയിൻ ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ കൊളൈഡ് ചെയ്യുന്ന ഒരു മോളിക്യൂൾസ് തമ്മിൽ എനർജി എക്സ്ചേഞ്ച് നടക്കുന്നുണ്ടാവും, അതായത് അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എനർജീസിന് ചേഞ്ച് ഉണ്ടാവും, പക്ഷെ സം ഓഫ് എനർജീസ് എന്താണ്? എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി ഒരു പർട്ടിക്കുലർ ടൈമിൽ ഡിഫറെന്റ് പാർട്ടിക്കിൾസ് ഇൻ ഗ്യാസിന് ഡിഫറെന്റ് സ്പീഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഡിഫറെന്റ് കൈനറ്റിക് എനർജി ആയിരിക്കും ആസ് എ റിസൾട്ട് അവർക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി ഒരു മോളിക്യൂളിന് വേരിയബിൾ സ്പീഡ് ആണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും വേരിയബിൾ ആയിട്ടുള്ള ഒരു കൈനറ്റിക് എനർജി ആയിരിക്കും ഉള്ളത്. നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ നോക്കുന്നത് ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസസ്, ദാറ്റ് ഈസ് ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. ഇപ്പൊ റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസിൽ നിന്ന് ഡീവിയേഷൻസ് എക്സിബിറ്റ് ചെയ്യും. എന്തുകൊണ്ടാണ്? അവർ തമ്മിലുള്ള ഒരു മോളിക്കുലർ ഇന്ററാക്ഷൻ കാരണമാണ് ഈ ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നത്. ഹയർ പ്രഷറിൽ മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് എങ്ങനെയായിരിക്കും? ക്ലോസ് ടു ഈച്ച് അതർ ആയിരിക്കും. അപ്പൊ അവിടെ മോളിക്കുലർ ഇന്ററാക്ഷൻ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇനി ഹൈ പ്രഷറിൽ മോളിക്യൂൾസ് ഒരിക്കലും കണ്ടെയ്നർ വോൾസിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യില്ല. എന്തുകൊണ്ടാണ്? ബാക്കിയുള്ള മോളിക്യൂൾസ് പരസ്പരം ഡ്രാഗ് ചെയ്യും. ഓക്കെ, അതായത് മോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സ് കാരണം വോൾസിൽ കൊളൈഡ് ചെയ്യുന്ന ആ ഒരു മോളിക്യൂളിലെ ബാക്കിയുള്ള മോളിക്യൂൾസ് ഡ്രാഗ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ഒരിക്കലും അത് സ്റ്റിക്ക് ഓൺ ചെയ്യില്ല. അപ്പൊ ഇതെന്താണ്? മോളിക്യൂൾ എക്സേർട്ട് ചെയ്യുന്ന ഒരു പ്രഷറിനെ ഇത് അഫക്ട് ചെയ്യും ഓൺ ദി വോൾസ് ഓഫ് ദി കണ്ടെയ്നർ. അപ്പം ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഐഡിയൽ ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ കാട്ടും ലോവർ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഈ ഒരു ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇമ്പോർട്ടൻസ് വരുന്നത് ലോവർ ടെമ്പറേച്ചറിലാണ്. അപ്പൊ മോളിക്യൂൾസ് ലോ സ്പീഡ് അല്ലെങ്കിൽ ലോ ആവറേജ് സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് എന്താണ് അവിടെ സംഭവിക്കുക? അപ്പോ അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ ലെസ് ആവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ആൻഡ് സച്ച് ദാറ്റ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് പ്രാക്ടിക്കലി നെഗ്ലിജിബിൾ ആവുന്ന കണ്ടീഷനിലായിരിക്കും ഈ ഒരു ഐഡിയൽ ബിഹേവിയർ എക്സിബിറ്റ് ആവുക. ഓക്കെ, പ്രഷർ സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന കണ്ടീഷനിലായിരിക്കും റിയൽ ഗ്യാസസ് ഐഡിയൽ ബിഹേവിയർ ഷോ ചെയ്യുന്നത്. ഐഡിയൽ ബിഹേവിയറിന്റെ ആ ഒരു ഡീവിയേഷൻ നമ്മൾ മെഷർ ചെയ്യുന്നത് മെയിൻലി ഒരു ടേം അല്ലെങ്കിൽ ഫാക്ടർ വെച്ചിട്ടാണ്, വിച്ച് ഈസ് ഇസഡ് അല്ലെങ്കിൽ കംപ്രസിബിലിറ്റി ഫാക്ടർ നമ്മൾ പറയും. കംപ്രസിബിലിറ്റി ഫാക്ടറിന്റെ എക്സ്പ്രഷൻ വരുന്നത് എങ്ങനെയാണ്? PV by NRT. PV ഈസ് ടു NRT യുടെ ഒരു റേഷ്യോ ആണ് കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഐഡിയൽ ഗ്യാസിന് ഈ ഒരു കംപ്രസിബിലിറ്റി ഫാക്ടർ ഈക്വൽ ടു 1 ആണ് വരുന്നത് അറ്റ് ഓൾ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ.
അപ്പൊ പി വി ഈക്വൽ ടു NRT ആയിരിക്കും ഐഡിയൽ ഗ്യാസ് ഒബേ ചെയ്യുന്നത്. ഓക്കെ, ഇനി വെരി ലോ പ്രഷർ കണ്ടീഷൻ ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആണ് വരുന്നത് കംപ്രസിബിലിറ്റി ഫാക്ടർ വാല്യൂ. ഇനി ഹയർ പ്രഷർ ആണെങ്കിൽ കംപ്രസിബിലിറ്റി ഫാക്ടർ അല്ലെങ്കിൽ Z ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള പ്രഷർ കണ്ടീഷനിൽ ഇസഡിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒരു ഗ്യാസ് എപ്പോഴാണ് ഐഡിയലി ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യുന്നത്? വോളിയം ഒക്കുപ്പൈഡ് ബൈ ഗ്യാസ് വെരി ലാർജ് ആവുന്ന കണ്ടീഷനിലായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസ് ലോ ഒബേ ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ബോയിൽ പോയിന്റ് അല്ലെങ്കിൽ ബോയിൽ ടെമ്പറേച്ചർ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ബോയിൽ ടെമ്പറേച്ചറിന് എബോവ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ റിയൽ ഗ്യാസസ് പോസിറ്റീവ് ഡീവിയേഷൻ ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. ആൻഡ് അവിടെ കംപ്രസിബിലിറ്റി ഫാക്ടറിന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, ആൻഡ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് എങ്ങനെയായിരിക്കും? ലെസ് ആയിരിക്കും. ഇനി ബോയിൽസ് ടെമ്പറേച്ചർ എപ്പോഴാണ് ഡിക്രീസ് ചെയ്യുന്നത്? സെറ്റ് വാല്യൂല് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ ആൻഡ് റീച്ചസ് എ മിനിമം വാല്യൂ. വീണ്ടും നമ്മൾ പ്രഷർ അവിടെ ഇൻക്രീസ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? വാല്യൂ ഓഫ് ഇസഡ് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ പറ്റുന്നത് കംപ്രസിബിലിറ്റി ഫാക്ടറിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ആക്ച്വൽ മോളാർ വോളിയം ഓഫ് ഗ്യാസ് ടു മോളാർ വോളിയം ഓഫ് ഐഡിയൽ ഗ്യാസ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് Z ഈക്വൽ ടു റിയൽ വോളിയം ബൈ ഐഡിയൽ വോളിയം ഓഫ് ഗ്യാസസ് എന്ന് നമുക്ക് പറയാം. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസ് ആണ്. ഒരു ഗ്യാസിനെ നമുക്ക് എങ്ങനെ ലിക്വിഫൈ ചെയ്യാം? ഓക്കെ, അപ്പം ഏതൊരു ഗ്യാസ് ആയാലും അതിനൊരു ഹയസ്റ്റ് ടെമ്പറേച്ചർ ഉണ്ടാവും. ആ ഹയസ്റ്റ് ടെമ്പറേച്ചറിലായിരിക്കും നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഗ്യാസിനെ ലിക്വിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ എബവ് ആ ഒരു ടെമ്പറേച്ചറിൽ അത് ഗ്യാസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പൊ ആസ് എ ഡെഫിനിഷൻ നമ്മൾ പറയുകയാണെങ്കിൽ വോളിയം ഓഫ് 1 mole ഓഫ് ഗ്യാസ് അറ്റ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഈസ് കോൾഡ് ക്രിട്ടിക്കൽ വോളിയം ആൻഡ് പ്രഷർ അറ്റ് ദി സെയിം ടെമ്പറേച്ചർ ഈസ് കോൾഡ് ക്രിട്ടിക്കൽ പ്രഷർ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ പ്രഷർ ആൻഡ് ക്രിട്ടിക്കൽ വോളിയം ഇതെല്ലാം എന്താണ്? ക്രിട്ടിക്കൽ കോൺസ്റ്റന്റ്സ് ഓഫ് ഗ്യാസ് ആണ്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഗ്യാസിനെ നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് ടെമ്പറേച്ചർ ആണത്. അപ്പൊ ഒരു പെർമനന്റ് ഗ്യാസിനെ നമുക്ക് ലിക്വിഫൈ ചെയ്യണമെങ്കിൽ അതിനെ കൂൾ ചെയ്യണം ആൻഡ് as well as അതിനെ കംപ്രസും ചെയ്യണം. അപ്പൊ കംപ്രഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ് നടക്കുന്നത്? ആ ഗ്യാസ് മോളിക്യൂൾസ് ക്ലോസർ ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. ആൻഡ് കൂളിംഗ് ചെയ്യുന്ന സമയത്ത് മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് അവിടെ സ്ലോ ഡൗൺ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവിടെ ഒക്കർ ചെയ്തിട്ടാണ് ഗ്യാസ് ലിക്വിഫൈ ആവുന്നത്. ഇനി എ ഗ്യാസ് ബിലോ ദി ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ക്യാൻ ബി ലിക്വിഫൈഡ് ബൈ അപ്ലൈയിങ് പ്രഷർ. ആൻഡ് ഈ ഒരു ഗ്യാസിനെ നമ്മൾ പറയുന്നത് എന്താണ്? വേപ്പർ ഓഫ് സബ്സ്റ്റൻസ് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കാർബൺ ഡയോക്സൈഡ് വേപ്പർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സെക്കൻഡ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ്, വിച്ച് ഈസ് ലിക്വിഡ് സ്റ്റേറ്റ്. അപ്പൊ ഗേഷ്യസ് സ്റ്റേറ്റ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തു. അപ്പൊ ഗേഷ്യസ് സ്റ്റേറ്റിനെക്കാട്ടും ലിക്വിഡ് സ്റ്റേറ്റിൽ വരുമ്പോഴത്തേക്കും ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ലിക്വിഡ് സ്റ്റേറ്റിൽ മോളിക്യൂൾസ് കുറച്ചുകൂടി ക്ലോസർ ആണ്. ലിറ്റിൽ ആയിട്ടുള്ള എംപ്റ്റി സ്പേസ് ആയിരിക്കും ഇൻ ബിറ്റ്വീൻ അവർക്കിടയിൽ ഉള്ളത്. ഓക്കെ, ആൻഡ് അണ്ടർ നോർമൽ കണ്ടീഷനിൽ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഡെൻസിറ്റി ഓഫ് ഗ്യാസസ് ആണ്. ഇവിടെ ഫസ്റ്റ് വരുന്ന കൺസെപ്റ്റ് വേപ്പർ പ്രഷർ ആണ്. നമ്മളിപ്പോൾ ഒരു ഓപ്പൺ വെസൽ എടുത്തിട്ട് അതിൽ ഉള്ളിൽ ലിക്വിഡ് നിറയ്ക്കുക, അതിനെ നമ്മൾ ഹീറ്റ് ചെയ്യിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ആ ഒരു ലിക്വിഡ് സർഫസിൽ നിന്ന് വേപ്പറൈസ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ വേപ്പർ പ്രഷർ ഈക്വൽ ടു എക്സ്റ്റേണൽ പ്രഷർ വരുന്ന ആ ഒരു ടെമ്പറേച്ചറിൽ വേപ്പറൈസേഷൻ ഒക്കർ ചെയ്യും. ആൻഡ് വേപ്പർ എന്താണ് ചെയ്യുന്നത്? ഫ്രീ ആയിട്ട് അവിടെ സറൗണ്ടിങ്ങിലേക്ക് എക്സ്പാൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നടക്കുന്ന ഒരു വേപ്പറൈസേഷൻ പ്രോസസ്സിനെ നമ്മൾ ബോയിലിംഗ് എന്നാണ് പറയുന്നത്. ബോയിലിംഗ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് ഈസ് ഈക്വൽ ടു എക്സ്റ്റേണൽ പ്രഷർ ഇസ് കോൾഡ് ബോയിലിംഗ് ടെമ്പറേച്ചർ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ പ്രഷർ. ഓക്കെ, ആൻഡ് പ്രഷർ 1 bar ആവുന്ന കണ്ടീഷനിൽ ബോയിലിംഗ് പോയിന്റിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ലിക്വിഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത് നോർമൽ ബോയിലിംഗ് പോയിന്റിനെക്കാട്ടും ലോവർ വാല്യൂ ആയിരിക്കും.
നോർമൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ? ആൻഡ് സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ് വരുന്നത് 99.6 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മളൊരു ഇവാക്വേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അല്ലെങ്കിൽ വെസലില് ലിക്വിഡ് പാർഷ്യലി ഫിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ലിക്വിഡിന്റെ ഒരു ഹാഫ് പോർഷൻ അല്ലെങ്കിൽ ഒരു 1/4 പോർഷൻ അവിടെ ഇവാപ്പറേറ്റ് ആയിട്ട് പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇനീഷ്യലി ആ ഒരു ലിക്വിഡ് ഇവാപ്പറേറ്റ് ആയി പോകുന്നു ആൻഡ് കണ്ടെയ്നറിന്റെ വോൾസിൽ ആ വേപ്പർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഇൻക്രീസ് ആവാണ് ചെയ്യുന്നത്. ഇനി കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇത് കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും നടക്കുന്നത് ആൻഡ് ഇക്വിലിബ്രിയം അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആവും ഇൻ ബിറ്റ്വീൻ ലിക്വിഡ് ഫേസ് ആൻഡ് വേപ്പർ ഫേസ്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ കണ്ടീഷനിലുള്ള വേപ്പർ പ്രഷറിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം വേപ്പർ പ്രഷർ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഇനി ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എപ്പോഴും ലോ ആയിരിക്കും. അതുകൊണ്ട് ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിൽ ലിക്വിഡ്സ് എന്താണ് ലോവർ ടെമ്പറേച്ചറിലായിരിക്കും ബോയിൽ ചെയ്യുന്നത് ആസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ഇൻ സീ ലെവൽ. അപ്പൊ ഹില്ലി ഏരിയാസിലൊക്കെ വാട്ടർ ബോയിൽ ചെയ്യുന്നത് ലോ ടെമ്പറേച്ചറിലായിരിക്കും. അപ്പൊ അവിടെ നമ്മൾ ഫുഡ് കുക്ക് ചെയ്യാനായിട്ടൊക്കെ പ്രഷർ കുക്കേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി ഹോസ്പിറ്റൽസിന്റെ കേസ് പറയുകയാണെങ്കിൽ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യും ഓട്ടോക്ലേവ്സിലൊക്കെ. അവിടെ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ടാണ് ഈ ഒരു ഇൻക്രീസ് നടത്തുന്നത്. അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് എബവ് ആയിരിക്കും നമ്മൾ പ്രഷറിനെ ഇൻക്രീസ് ചെയ്യുന്നത് ബൈ യൂസിങ് എ വെയിറ്റ് കവറിംഗ് ദി വെന്റ്. ഇനി നമ്മളിപ്പോ ഒരു ക്ലോസ്ഡ് വെസൽ എടുക്കുകയാണ്. ക്ലോസ്ഡ് വെസലിൽ നമുക്ക് ഒരിക്കലും ഒരു ലിക്വിഡിനെ ഹീറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റില്ല. അവിടെ ബോയിലിംഗ് ഒരിക്കലും നടക്കില്ല. ഓക്കെ, നമ്മൾ അങ്ങനെ ക്ലോസ്ഡ് വെസലിൽ ലിക്വിഡിനെ ഹീറ്റ് ചെയ്യിച്ചാൽ വീണ്ടും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഹീറ്റ് ചെയ്യിച്ചുകൊണ്ടേ ഇരുന്നാൽ വേപ്പർ പ്രഷർ അവിടെ ഇൻക്രീസ് ആവാണ് ചെയ്യുന്നത്. ആൻഡ് ഫസ്റ്റ് നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? ഇൻ ബിറ്റ്വീൻ ലിക്വിഡ് ആൻഡ് വേപ്പർ ഫേസ് ലിക്വിഡ് ആണ് മോർ ഡെൻസർ ആയിട്ടുള്ളത് ആസ് കമ്പയർഡ് ടു വേപ്പർ ഫേസ്. ഇനി നമ്മൾ ടെമ്പറേച്ചർ വീണ്ടും അവിടെ ഇൻക്രീസ് ആക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും കൂടുതൽ മോളിക്യൂൾസ് വേപ്പർ ഫേസിലേക്ക് എസ്കേപ്പ് ആവും ആൻഡ് ഡെൻസിറ്റി ഓഫ് വേപ്പർ അവിടെ ഇൻക്രീസ് ആവും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ലിക്വിഡ് എന്താണ് ലെസ് ഡെൻസർ ആവാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ലിക്വിഡ് അവിടെ എക്സ്പാൻഡ് ആവുന്നു ബിക്കോസ് മോളിക്യൂൾസ് ദൂരേക്ക് മാറിപ്പോവാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ ലിക്വിഡ് എക്സ്പാൻഡ് ആവുന്നത്. ആൻഡ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് വേപ്പർ ആവുന്ന സമയത്ത് എന്താണ് ആ ഒരു ലിക്വിഡും വേപ്പറും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ആ ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ലൈൻ ഓഫ് സെപ്പറേഷൻ എന്താണ് അവിടെ ഡിസപ്പിയർ ആവുന്നു. ഈ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആ ഒരു ബൗണ്ടറി ഡിസപ്പിയർ ആവുന്ന ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെ നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഫാക്ടർ വരുന്നത് സർഫസ് ടെൻഷൻ ആണ്. സർഫസ് ടെൻഷന്റെ ഡെഫിനിഷൻ വരുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ലെങ്ത് പെർപെൻഡിക്കുലർ ടു ദി ലൈൻ ഡ്രോൺ ഓൺ ദി സർഫസ് ഓഫ് ലിക്വിഡ്. അപ്പൊ ഒരു ലിക്വിഡിന് ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ് വരുന്നത് അതിന്റെ സർഫസ് ഏരിയ മിനിമം ആവുന്ന കണ്ടീഷനിലാണ്. അപ്പൊ ഈ ഒരു റീസൺ കാരണമാണ് മെർക്കുറി ഡ്രോപ്സ് എപ്പോഴും സ്പെറിക്കൽ ഷേപ്പ് ആയിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഗ്ലാസ് എഡ്ജസ് എപ്പോഴും ഷാർപ്പർ ആയിട്ടുള്ളത്. ഓക്കെ, ഓൺ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ആ ഗ്ലാസ് മെൽറ്റ് ചെയ്തിട്ട് സർഫസ് ഓഫ് ലിക്വിഡ് എന്താണ് റൗണ്ട് ഷേപ്പ് എഡ്ജസിൽ അച്ചീവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. അപ്പൊ അത് കാരണം എന്താണ് ആ എഡ്ജസ് സ്മൂത്ത് ആവാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ഗ്ലാസിന്റെ ഫയർ പോളിഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കാപ്പിലറീസിലൊക്കെ ലിക്വിഡ് ഫോൾ ചെയ്യും അല്ലെങ്കിൽ റൈസ് ചെയ്യും ഈ ഒരു സർഫസ് ടെൻഷൻ ഫാക്ടർ കാരണം. ഒരു ലിക്വിഡിന്റെ സർഫസ് ടെൻഷൻ മാഗ്നിറ്റ്യൂഡ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി അട്രാക്റ്റീവ് ഫോഴ്സസ് ബിറ്റ്വീൻ ദി മോളിക്യൂൾസ്. ഈ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ലാർജർ ആണെങ്കിൽ സർഫസ് ടെൻഷനും ലാർജർ ആയിരിക്കും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവിടെ ഡിക്രീസ് ആവാണ് ചെയ്യുന്നത്. ആൻഡ് ആസ് എ റിസൾട്ട് സർഫസ് ടെൻഷൻ ഡിക്രീസസ് ആസ് ദി ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ്. ഇനി നെക്സ്റ്റ് ഫാക്ടർ വരുന്നത് വിസ്കോസിറ്റി ആണ്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് റെസിസ്റ്റൻസ് ടു ഫ്ലോ ആൻഡ് ഇത് റൈസ് ചെയ്യുന്നത് ഫ്ലൂയിഡ് ലേയേഴ്സിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഇന്റേണൽ ഫ്രിക്ഷൻ കാരണമാണ്. ഓക്കെ, അതായത് ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു വിസ്കോസിറ്റി മെയിൻ ആയിട്ട് ഒക്കർ ചെയ്യുന്നത്. ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു നോർമൽ സർഫസിൽ കൂടി ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും അവിടെ സർഫസിൽ ഉള്ള ഒരു ലെയർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെയാണ് സ്റ്റേഷനറി ആയിരിക്കും. ഓക്കെ,
വെലോസിറ്റി ഓഫ് അപ്പർ ലെയർ ആയിരിക്കും ഇൻക്രീസ് ആവുന്നത് ആസ് ദ ഡിസ്റ്റൻസ് ഓഫ് ലെയേഴ്സ് ഫ്രം ഫിക്സഡ് ലെയർ ഇൻക്രീസസ്. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ഫ്ലോ ഇൻ വിച്ച് റെഗുലർ ഗ്രേഡിയേഷൻ ഓഫ് വെലോസിറ്റി ഇൻ പാസിംഗ് ഫ്രം വൺ ലെയർ ടു നെക്സ്റ്റ് ലെയർ, അതിനെയാണ് നമ്മൾ ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലെയറിനെ ചൂസ് ചെയ്താൽ ഓക്കെ, ആ പർട്ടിക്കുലർ ലെയറിന് എബോവ് ആയിട്ടുള്ള ലെയർ ആക്സിലറേറ്റ് ചെയ്യും അത് ഫ്ലോ ചെയ്യുന്ന അനുസരിച്ചിട്ട്, ആൻഡ് ലെയർ ബിലോ ദാറ്റ് പർട്ടിക്കുലർ ലെയർ എന്താണ് റിട്ടാർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, if the velocity of layer at a distance dz is changed by a value du, velocity gradient നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? It is given by du by dz. Okay, അപ്പോൾ ഫ്ലോ ഓഫ് ലെയേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു ഫോഴ്സ് റിക്വയർഡ് ആണ്, ആൻഡ് ദാറ്റ് ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് കോണ്ടാക്ട് ഓഫ് ലെയേഴ്സ് ആൻഡ് വെലോസിറ്റി ഗ്രേഡിയന്റ്. മാത്തമാറ്റിക്കലി നമുക്ക് ഇങ്ങനെ പറയാം, ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് കോണ്ടാക്ട് ഓർ ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു du by dz. du by dz ഇവിടെ എന്താണ്? വെലോസിറ്റി ഗ്രേഡിയന്റ് ആണ്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ആണ് നമുക്ക് പറയാം. അപ്പൊ F പ്രൊപ്പോർഷണൽ ടു A ഡോട്ട് du by dz ആണ്, അല്ലെങ്കിൽ F is equal to n into A into du by dz എന്ന് നമുക്ക് മാത്തമാറ്റിക്കലി പറയാം. അപ്പൊ ഇവിടെ n പോലത്തെ ആ ഒരു സിമ്പിൾ ഡിനോട്ട് ചെയ്യുന്നത് എഫിഷ്യൻസി ആണ്, അല്ലെങ്കിൽ ഈറ്റ എന്ന് നമ്മൾ പറയും. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ വിസ്കോസിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഗ്രേഡിയന്റ് യൂണിറ്റി അല്ലെങ്കിൽ 1 ആവുന്ന കണ്ടീഷനിൽ ആൻഡ് ഏരിയ ഓഫ് കോണ്ടാക്ട് ഈക്വൽ ടു യൂണിറ്റ് ഏരിയ വരുന്ന ടൈമിലുള്ള ഒരു ഫോഴ്സ് ആണ് വിസ്കോസിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് വിസ്കോസിറ്റിയുടെ ഒരു ടൈപ്പ് ഓഫ് മെഷർമെന്റ് ആണ്. SI യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി കോഎഫിഷ്യന്റ് വരുന്നത് 1 ന്യൂട്ടൺ സെക്കൻഡ് പെർ സ്ക്വയർ മീറ്റർ അല്ലെങ്കിൽ പാസ്കൽ സെക്കൻഡ്സ് ആണ്. ഇനി CGS സിസ്റ്റത്തില് ഈ ഒരു കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് വരുന്നത് പോയിസ് എന്നാണ്. ഓക്കെ, അപ്പൊ വിസ്കോസിറ്റി ഗ്രേറ്റർ ആണെങ്കിൽ മോർ സ്ലോലി ആയിരിക്കും ആ ഒരു പർട്ടിക്കുലർ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഹൈഡ്രജൻ ബോണ്ടിങ്, വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇതെല്ലാം തന്നെ വിസ്കോസിറ്റി കോസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. വിസ്കസ് ആയിട്ടുള്ള ഒരു ലിക്വിഡിന് എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് ഗ്ലാസ് അതിന് എക്സാമ്പിൾ ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഒരു ഫ്ലോ ഓഫ് ഗ്ലാസിന്റെ പ്രോപ്പർട്ടിനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ആ ഒരു ഗ്ലാസിന്റെ മെഷർമെന്റ് ചെയ്താൽ മതി. അതായത് തിക്നെസ് ഓഫ് ഗ്ലാസിനെ മെഷർമെന്റ് ചെയ്താൽ നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി ഓഫ് ഫ്ലോ ഓഫ് ഗ്ലാസ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു ഗ്ലാസ് തിക്കർ ആവുന്നത് അതിന്റെ ബോട്ടം പോർഷനിലായിരിക്കും ദാൻ അറ്റ് ദി ടോപ്പ്. എന്തുകൊണ്ടാണ്? വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഡിക്രീസ് ചെയ്യും ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്നതനുസരിച്ചിട്ട്. ആൻഡ് അറ്റ് ഹയർ ടെമ്പറേച്ചറിൽ മോളിക്യൂൾസിന് ഹയർ കൈനറ്റിക് എനർജി ആയിരിക്കും, ആൻഡ് ഈ ഒരു ഇന്റർമോളിക്കുലർ ഫോഴ്സിനെ അതിന് ഓവർകം ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, സോ അപ്പൊ ഇത്രയാണ് ഗേഷ്യസ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ. ഇനി വരുന്ന വീഡിയോ സെക്ഷനിൽ നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.